ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ഉപയോഗിച്ച് ചെയ്യുന്നൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഈ ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഈ റവ കളർ മാറാതെ വറുത്തെടുക്കാം. ഇപ്പോൾ റവ നന്നായി വറുത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ പൊടിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കി 1 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ചാൽ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായി അലിയുന്ന വരെ പാല് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് റവ മിക്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്തെല്ലാം നമ്മൾ പാന് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പാലെല്ലാം വറ്റി ഇത് ഡ്രൈ ആയി വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്ന പരുവാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ നല്ല ഡ്രൈ ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേയിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം ഇതിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. നല്ല ചൂടാറിന് മുമ്പ് തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസുകളായിട്ട് എടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ചെയ്യണമെന്നില്ല. ഇത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.